വീഡിയോ ഇന്നലെ ഞാൻ ഉച്ചയ്ക്കിട്ട വീഡിയോ ആണ്. ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ, ഇത് കഴിച്ച് കഴിഞ്ഞ പിന്നെ കുറച്ച് സംഭവബഹുലമായ സംഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടന്നത്. ആ ഉണ്ടമുളകും ബാക്കി കറികളൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് കുഴച്ച് 2-3 ഉരുള വായിലേക്ക് വെച്ചു. അപ്പൊ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. നോർമൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു എരിവൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ ആ ഒരു മൈൻഡിൽ ഞാൻ അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു എരിച്ചിലും ബോയ്സിലൊക്കെ തുടങ്ങി. പിന്നെ അതങ്ങോട്ട് മൈൻഡ് ആക്കാണ്ട് നമുക്ക് വേറെ പണികളുണ്ടല്ലോ അതിലേക്ക് കടന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസിന് അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ച കാച്ചിലിരിപ്പുണ്ടായിരുന്നു. അത് കുറച്ചധികം ദിവസങ്ങളായല്ലോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ ഇടയിൽ എന്റെ വയറ് പിന്നെയും എരിച്ചിൽ പുകച്ചിലൊക്കെ എടുക്കുന്നുണ്ട്. സമയം കഴിയുന്നോറും അതങ്ങോട്ട് മാറിക്കോളും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സംഭവം നല്ല എട്ടിന്റെ പണി പോലെ എരിച്ചില് പുകച്ചില് ഗ്യാസ് വോമിറ്റിംഗ് എന്ന് പറയേണ്ട മൊത്തത്തിൽ ഞാൻ ആകെ ഡൗൺ ആയി. പിന്നെ ഒരു കണക്കിന് രാത്രി 10 മണിയായപ്പോഴത്തേക്കാളും ചേട്ടൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വലിയ കുറവൊന്നും ആയില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന നട്ടപ്പാതിരക്ക് അല്ലൂസ് വോമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ രാത്രിയിൽ ഒരു പോള കണ്ണ് ഉറങ്ങിയിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് എന്റെ വീടിന്റെ കോലം കണ്ടോ ഗൈസ്. പിന്നെ ഉച്ചയ്ക്കാണ് ബോധം നേരെ വീണത്. അല്ലൂസിനെ വീട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അക്ഷയ വരെ പോകാണ്ടായിരുന്നു. എന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. തൊട്ടടുത്ത് ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ആ പുള്ളി എന്തായാലും കാണും. പിന്നെ അനുവാദം ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ ഓർത്തിട്ടാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ തുള്ളി കളിക്കണ കുഞ്ഞിപ്പോഴുണ്ടല്ലോ, ഒരു പോള കണ്ണെന്നുള്ള രാത്രി ഞങ്ങൾ ഉറക്കിപ്പിച്ചിട്ടില്ല. പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആണ് ഫുഡിങ്. അമ്മ അച്ഛനും കൂടി നിർബന്ധിച്ച് ഫുഡ് തരാണ്. പക്ഷെ എന്റെ വയറ് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. എന്നാലും എന്റെ കഷ്ടകാലത്തിനാണ് ആ ഉണ്ടമുളക് എനിക്ക് കഴിക്കാൻ തോന്നിയത്. നമ്മുടെ അല്ലൂസിന് ഇവിടെ വന്ന് ഇതുപോലെ തലകുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ 13 അസുഖങ്ങൾ പോകും. ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം മസ്റ്റാണ് ബിഗില്. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ സിംഗിൾ ആണ്. അങ്ങനെ അവനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നേരം സിംഗിളായിട്ട് ഒന്ന് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ചെക്കനെത്തിയിട്ടുണ്ട്. പിന്നെ അവനെയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങി. ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ തന്നെ ചായയും കടികളൊക്കെ റെഡി ആയിരുന്നു ഗൈസ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അൺലിമിറ്റഡ് ഫുഡാണ്. കഴിച്ച് എനിക്ക് പ്രാന്താവും. എന്റെ കല്യാണത്തിന് മുമ്പേ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഇതിനൊന്നും ഒരു വിലയും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് നല്ല വിലയാണ് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.